പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ കുരിശുവീട്ടിൽ ജോൺ അഗസ്റ്റിൻ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഇലക്ഷൻ പ്രവചനമോ അല്ലെങ്കിൽ ഒരു എക്സിറ്റ് പോളോ ഒന്നും നൽകാനല്ല. കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞു. ഏപ്രിൽ 9 നമ്മളെല്ലാവരും പോയി വോട്ട് ചെയ്തു. മെയ് 4 കൗണ്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യരായിരിക്കെങ്കിലും അത് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല. പ്രചരണങ്ങൾ ഭയങ്കര ശക്തമായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ കണ്ടു. നമ്മളതെല്ലാം കണ്ടു. കേരളത്തിലെ എല്ലാ ജനങ്ങളും കണ്ടു. അത് നേരിട്ടുള്ള പ്രചരണങ്ങളായാലും സോഷ്യൽ മീഡിയയിൽ ഈ പ്രാവശ്യം ഇലക്ഷന് ഏറ്റവും കൂടുതൽ പ്രചരണം നടത്താൻ യൂസ് ചെയ്തേക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും എല്ലാത്തിലും ഏറ്റവും കൂടുതൽ അതിലാണ് നടന്നേക്കുന്നത്. പിന്നെ യൂട്യൂബ് ചാനലുമാർ, കുറേ ചാനലുകാർ അതിനുവേണ്ടി കുറേ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. പല പാർട്ടികളിൽ നിന്നും പൈസ വാങ്ങിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ മാപ്രകളുടെ കാര്യം അറിയാം. മാപ്രകൾക്ക് പൊതുവേ ഒരു രാഷ്ട്രീയമുണ്ട്. അത് കേരളത്തിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞൊന്നും കൊടുക്കണ്ട, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതൊക്കെ ചാനൽ ആർക്ക് വേണ്ടി നിൽക്കുന്നു എന്നൊക്കെ കേരളത്തിലുള്ള സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ഓരോ സംഘടനകളും സാമൂഹ്യ സംഘടനകളും എല്ലാവരുടെയൊക്കെ സ്ഥിതിഗതികളൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൽ പ്രചരണങ്ങൾ നടത്തിയതിൽ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്. അത് ഞാൻ നേരിട്ട് മനസ്സിലായ കാര്യമാണ്. അത് ആദ്യം കൊണ്ടുവന്ന വലിയ പ്രചരണം എന്ന് പറഞ്ഞാൽ ഡീലെന്നാണ്. അങ്ങനെ ഒരു ഡീല് കേരളത്തിലെ ഇലക്ഷനിൽ സംഭവിച്ചിട്ടില്ല എന്ന് മെയ് 4 നമുക്കെല്ലാവർക്കും നേരിട്ട് മനസ്സിലാവും റിസൾട്ട് വരുമ്പോൾ. രണ്ടാമത്തെ ഒരു അവകാശവാദം അല്ലെങ്കിൽ UDF എന്ന മുന്നണി, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ് കേരളത്തിലുള്ള മുസ്ലിങ്ങളെല്ലാം കണ്ണുമടച്ച് UDF അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും. അത് മണ്ടത്തരമാണെന്ന് മെയ് 4 റിസൾട്ട് വരുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ നല്ലൊരു വിഭാഗം ക്രിസ്ത്യാനികൾ അതും UDF കണ്ണടച്ച് വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. അത് ശുദ്ധ അബദ്ധമാണെന്നും അവർക്ക് മെയ് 4 മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, BJP കിറ്റും പണവും സാരിയൊക്കെ കൊടുത്തിട്ട് വോട്ട് കേരളത്തിലെ ജനങ്ങളെ വോട്ട് വാങ്ങാന്നുള്ള അവരുടെ ചിന്ത കേരളത്തിൽ വർക്കൗട്ട് ആവില്ലെന്ന് അവർക്ക് മനസ്സിലാവും. ചിലപ്പോൾ കേരളത്തിലുള്ള ജനങ്ങൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങി പോക്കറ്റിലിട്ടിട്ട് കൊടുത്തവർക്ക് എതിരായിട്ട് വോട്ട് ചെയ്യാനാണ് സാധ്യത. അതാണ് ഒരു മലയാളിയുടെ മനസ്സ്. പൊതുവെ ജാതി മതമൊക്കെ നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാർ കേരളത്തിൽ ഇന്നും ഇല്ല എന്ന് ഉറച്ച് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കേരളം ഇങ്ങനെ തന്നെ പോകണം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കണം, ഒരുമിച്ച് വിഷുവും ഓണവും ആഘോഷിക്കണം, ഒരുമിച്ച് റംസാനും ബക്രീദും ഒക്കെ ആഘോഷിക്കണം. അതാണ് കേരളം. അല്ലെങ്കിൽ അത് കേരളം ആകില്ല. ആ കേരളത്തെ മാറ്റാനായിട്ട് BJP എന്നല്ല ഏത് മുന്നണിയും ശ്രമിച്ചാലും നടക്കത്തില്ല. പിന്നെ മുസ്ലിങ്ങളുടെ എല്ലാം വോട്ട് വാങ്ങി അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് വാങ്ങി അധികാരം പിടിച്ചെടുക്കാമെന്ന് ഏതെങ്കിലും മുന്നണികൾ ചിന്തിക്കുന്നതിനെ അതും തെറ്റാണ്. ഇതാണ്. പിന്നെ സാമുദായിക നേതാക്കന്മാർ, ഈ NSS, SNDP ഇങ്ങനെയുള്ള ആൾക്കാർ, അവിടെ അതിൻ്റെ മുകളിലിരിക്കുന്ന ആൾക്കാർ പറയണതൊന്നും കേട്ടല്ല കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്ന് മെയ് 4 നമുക്ക് മനസ്സിലാവും. അവർ പറയണതൊന്നും മുഖവിൽ കിടക്കത്തില്ല. കേരളത്തിലെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും ഉണ്ട്, രാഷ്ട്രീയവും ഉണ്ട്. അതനുസരിച്ച് അവർ വോട്ട് ചെയ്യുള്ളൂ. അതിനേക്കാളും കൂടുതൽ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അത് മെയ് 4 നമുക്ക് എല്ലാവർക്കും നേരിട്ട് അറിയാൻ പറ്റും. എനിക്ക് ഈ ഇലക്ഷനിൽ
കുറച്ച് ആൾക്കാർ തോക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിൽ ആദ്യത്തെ ആള് മതമാണ് 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 മുഖ്യം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ കേരളത്തിന് വേണ്ട. എനിക്ക് തോന്നണില്ല അവിടെയുള്ള മുസ്ലിങ്ങൾ പോലും അയാൾക്ക് വോട്ട് ചെയ്യും. അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് ചാടി LDFിൽ നിന്ന് തിരിച്ച് ചാടി ഇപ്പോൾ എന്താ പറയുക വേറെ ഒരു പാർട്ടിയിൽ പോയി മത്സരം കഴിഞ്ഞ് ഇലക്ഷനും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ പാർട്ടിയിൽ നിന്ന് മാറി പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോണ അൻവർ, അയാളൊന്നും വിജയിക്കാൻ പാടില്ല. പിന്നെ BJP ഈ മതവും ജാതിയും ഒക്കെ മാറ്റിവെക്കാതെ കേരളത്തിൽ പച്ച പിടിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ ഈ മണിപ്പൂരും UP, ബീഹാർ, രാജസ്ഥാൻ ഇതൊക്കെ നമ്മൾ കേരളത്തിലിരിക്കുന്ന ആൾക്കാർ ഇന്ത്യയുടെ ഭാഗമാണ്. ഈ ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്നത് എല്ലാവരും കേരളത്തിലുള്ള ജനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇൻസ്റ്റൻ്റായിട്ട് മിനിറ്റുകൾക്കുള്ളിൽ അറിയുന്നുണ്ട്. അവിടെയൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് അവർ കേരളത്തിൽ പച്ചപിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, മെയ് 4 വരെ നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. കായം ടാബ്ലറ്റ് 10ൻ്റെ ഒരെണ്ണം. ജമ്മർ ഏതാണ്? ജമ്മർ 1mg ഒരെണ്ണം 194. വേണ്ടേ? ഒരെണ്ണം മതിയോ? 153. XL 50 അല്ലേ? എത്ര വേണം? 20. ഇതാ കൂടുതൽ കാശായിരുന്നോ? തന്നോ നോക്കാവൂ. കൂടുതൽ തന്നെങ്കിൽ തന്നോളാൻ. 183 rupees credited to your South Indian bank account. ₹99 credited to your South Indian bank account.